കുഞ്ഞിമംഗലത്തേക്കുള്ള ഒരു യാത്രയിൽ കണ്ണിൽപ്പെട്ടൊരു കാഴ്ചയാണ് എല്ലാ വീടുകളിലും ഒരു മാവെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ മാവുകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇത് കുഞ്ഞിമംഗലം മാവുകളാണെന്നറിഞ്ഞത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇതിൻ്റെ ചരിത്രം അറിയണമെന്ന്. നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ? വാ, നമുക്ക് കുഞ്ഞിമംഗലം മാവിൻ്റെയും കുഞ്ഞിമംഗലം മാങ്ങയുടെയും ചരിത്രം തേടിപ്പോകാം. കുഞ്ഞിമംഗലത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കുഞ്ഞിമംഗലം മാങ്ങയും കുഞ്ഞിമംഗലം മാവുകളും. 4 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഇതിൻ്റെ ഒരു കഥയെ അന്വേഷിച്ചു പോയാൽ. വളരെ പണ്ട് കണ്ണൂരിൽ നിന്നൊരു നമ്പ്യാർ, നമ്മുടെ മൂഷിക വംശം, എഴുമലയാണല്ലോ അതിൻ്റെ ആസ്ഥാനം, അത് കാണാൻ വന്നു. അപ്പോൾ മൂഷിക രാജവംശത്തിൻ്റെ അതൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ തെക്കുംപാട് വഴിയേ പോകാൻ പറ്റൂ. കടവല്ലം കണ്ട് തെക്കുംപാട് പോവുക. ഒരു വീട്ടിലെത്തി അല്പം വെള്ളം ചോദിച്ചു. അവർ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് കുറേ മാങ്ങയും കൊടുത്തു, കുഞ്ഞാലം മാങ്ങ. അദ്ദേഹം അത് എടുത്ത് നടന്നാണല്ലോ പോവുക വേണ്ട. കണ്ണപുരത്തെത്തിയപ്പോൾ അവിടെ ഇരുന്ന് 1-2 മാങ്ങ മുറിച്ചു വന്നു. പിന്നെ കണ്ണൂരെത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് മാങ്ങ തിന്നു. അങ്ങനെ അയാളെ യാത്ര ഇവിടെ കുരിശാട്ടൂർ അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മാവിൻ്റെ വിത്തുകൾ നിക്ഷേപിച്ചുള്ളൊരു യാത്രയായിരുന്നത്. അവിടെയൊക്കെ പിന്നെ ഇതേ ഗുണമുള്ള മാങ്ങകളുണ്ടായി, മാവുകളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. മാവുകൾ അന്യം നിന്നു പോകുന്ന ഇന്നത്തെ കാലത്ത് തണൽ വിരിച്ച് പന്തലിച്ച് നിൽക്കുന്ന കുഞ്ഞിമംഗലം കൂറ്റൻ മാവുകളും മാങ്ങകളും വിപണിയിൽ വൻ ഡിമാൻഡോടെ തുടരും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.